ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാറുണ്ട്. അതുപോലെ നിക്ഷേപാനുഭവങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഓഹരി നിക്ഷേപാനുഭവങ്ങളിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിക്കാം. അവസരങ്ങളും പോരായ്മകളും മനസ്സിലാക്കി മുന്നോട്ട് പോകാം. 2025 നിക്ഷേപാനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും 3 പാഠങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യത്തെ 2 പാഠങ്ങളും ഡൈവേഴ്സിഫിക്കേഷനെ സംബന്ധിച്ചിടത്താണ്. ആദ്യത്തേത് അസറ്റ് ഡൈവേഴ്സിഫിക്കേഷന്റെ ആവശ്യകതയാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ് അക്രോസ് അസറ്റ് ക്ലാസസ്. നിക്ഷേപം ഓഹരികളിൽ മാത്രമായി ഒതുക്കരുത്. സ്വർണം, വെള്ളി തുടങ്ങിയ പ്രഷ്യസ് മെറ്റൽസിലും നിക്ഷേപം നടത്താം. ഇത്തരത്തിലുള്ള ഒരു മൾട്ടി അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് 2025 അഭികാമ്യം എന്നത് 2025 ആദ്യം തന്നെ പറഞ്ഞ കാര്യം വീഡിയോ കണ്ടിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പ്രഷ്യസ് മെറ്റൽസിൽ ഇത്രയും വലിയ കുതിപ്പുണ്ടാകുമെന്ന് കരുതിയില്ല എന്ന കാര്യവും കൂടെ കൂട്ടിച്ചേർക്കട്ടെ. രണ്ടാമത്തേത് ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ആവശ്യകതയാണ്. അതായത് നിക്ഷേപം ഇന്ത്യൻ ഓഹരികളിൽ മാത്രം ഒതുക്കാതെ മറ്റ് രാജ്യങ്ങളിലെ ഓഹരികളിലും നിക്ഷേപം നടത്തുക. കഴിഞ്ഞ വർഷത്തെ വിപണികളിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ശ്രദ്ധേയമായത് ഇന്ത്യയുടെ അണ്ടർ പെർഫോമൻസ് ആണ്. ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ വലിയ അണ്ടർ പെർഫോമൻസ് വിരൽ ചൂണ്ടുന്നത് നിക്ഷേപത്തിൽ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ പ്രധാനമാണ് എന്നതാണ്. മറ്റ് വിപണികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ ഈ വിപണികളിലും നമുക്ക് നിക്ഷേപിക്കാം. മറ്റ് രാജ്യങ്ങളിലെ ഓഹരികളിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നതാണ് പ്രധാന കാര്യം. നേരിട്ട് വിദേശ ഓഹരികൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇത് അല്പം സങ്കീർണമാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ പറയുന്നത് ലളിതമായ നിക്ഷേപ രീതിയെക്കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലെ ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കുന്ന ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഉദാഹരണത്തിന് US ബ്ലൂ ചിപ്പ് ഫണ്ട്, ഈഡൽവെയ്സ് US ടെക്നോളജി ഫണ്ട് ഓഫ് ഫണ്ട്സ്, കോട്ടക് ഗ്ലോബൽ ഇന്നൊവേഷൻ ഫണ്ട് ഓഫ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഏഷ്യൻ ഇക്വിറ്റി ഫണ്ട്, ആക്സിസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട്സ്. നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന രീതിയിൽ ഈ ഫണ്ടുകളിലും നിക്ഷേപിക്കുക. ഓർക്കുക, ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല. വിദേശ ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും വിശദീകരിക്കാൻ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചത് മാത്രമാണ്. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരാം. ഇത് വാല്യുവേഷൻസിനെ സംബന്ധിച്ച പാഠമാണ്. ഉയർന്ന വാല്യുവേഷനിൽ ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ റിസ്ക് വളരെ കൂടുതലാണ്. ഇതിന് അപവാദങ്ങളുണ്ട് എന്നുകൂടെ പറയട്ടെ. ഉദാഹരണം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനികൾ. ഇതേക്കുറിച്ച് നിരവധി തവണ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനികളൊക്കെ നിരവധി വർഷങ്ങൾ വലിയ തോതിൽ വളരാൻ സാധ്യതയുള്ള ഗ്രോത്ത് സ്റ്റോക്സ് ആണ്. ഇവ നഷ്ടത്തിലായാൽ പോലും വലിയ വാല്യുവേഷൻസ് ഉണ്ടാവും. ഇതിന് നീതീകരണമുണ്ട്. എന്നാൽ അതുപോലെയല്ല മിതമായ വളർച്ചാ സാധ്യത മാത്രമുള്ള കമ്പനികളുടെ ഓഹരികൾ ഉയർന്ന വാല്യുവേഷനിൽ വാങ്ങുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആദ്യം തന്നെ സ്മോൾ ക്യാപ്സിലെ പൊതുവായ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്, സുരക്ഷിതത്വം ലാർജ് ക്യാപ്സിലാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗിൽ റിവേർഷൻ ടു മീൻ എന്നൊരാശയമുണ്ട്. മീൻ എന്നത് ആവറേജ് ആണ്. ദീർഘകാല ശരാശരിയേക്കാൾ വാല്യുവേഷൻസ് വളരെ ഉയർന്നു പോയാൽ വൈകാതെ വാല്യുവേഷൻസ് ശരാശരിയിലേക്ക് മടങ്ങും എന്നതാണ് ഈ ആശയം. ഇത് ശരിയാണ് എന്നതാണ് ദീർഘകാല നിക്ഷേപ അനുഭവം പറയുന്നത്. അതുകൊണ്ട് വാല്യുവേഷൻസ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷത്തെ നിക്ഷേപ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. ബെസ്റ്റ് വിഷസ്.